തെരഞ്ഞെടുപ്പിന് തൊട്ടു തലേന്നുള്ള ആഴ്ചകൾ വരെ ഗാസയിലെ ഹമാസിന് പരോക്ഷ പിന്തുണ കൊടുക്കുന്ന രീതിയിലായിരുന്നു ഇടതുപക്ഷ സാംസ്കാരിക നായകന്മാരുടെ പ്രകടനം. കൊടും തീവ്രവാദികളായ ഹമാസിനെ ഭീകരർ എന്ന് വിളിക്കാൻ പോലും കേരള മുഖ്യമന്ത്രിക്ക് പോലും ധൈര്യമുണ്ടായിട്ടില്ല. മറുഭാഗത്ത് ധ്രുവീകരണത്തിനാണ് അത് വഴിവെച്ചതും. ഗാസയിലെ ഇല്ലാത്ത കുട്ടികളുടെ പേരുകളടക്കം വായിച്ച് കണ്ണീർ ഒഴുക്കുന്ന സാംസ്കാരിക നായകരിൽ ആരും തന്നെ പഹൽഗാം ഭീകരാക്രമണത്തിലടക്കം പ്രതികരിക്കാതിരുന്നത് വലിയ ചർച്ചയാക്കിയിട്ടുമുണ്ടായിരുന്നു. ഇതെല്ലാം മൂലം CPMന്റെ പരമ്പരാഗതമായ ഈഴവ വോട്ട് ബാങ്കിൽ പോലും ചോർച്ചയുണ്ടായി. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ കനൽത്തരിയാക്കിയതിന്റെ പ്രധാന കാരണം ശബരിമലയായിരുന്നു. സ്ത്രീ പ്രവേശന വിധി നടപ്പാക്കാനായി സർക്കാർ നടത്തിയ കുറുക്കുവഴികൾ ഹൈന്ദവ വിശ്വാസികളുടെ മനസ്സിൽ തീകോരിയിടുകയായിരുന്നു. കുറെ ആക്ടിവിസ്റ്റുകളെ സർക്കാർ ചെലവിൽ വേഷം കെട്ടി ഇറക്കുകയും അങ്ങനെ സ്ത്രീ പ്രവേശനം നടപ്പാക്കിയതായി പറഞ്ഞതുമെല്ലാം വലിയ രീതിയിൽ ഹൈന്ദവ വോട്ടുകൾ ഇടതുമുന്നണിയിൽ നിന്നും ഒലിച്ചുപോകാൻ ഇടയാക്കിയിരുന്നു. അതിനുശേഷം വീണ്ടും ശബരിമല ഒരു വികാരമായി വന്ന തെരഞ്ഞെടുപ്പായിരുന്നു ഇത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ നടന്നിട്ടില്ലാത്തത്ര തീവെട്ടി കൊള്ളയാണ് കഴിഞ്ഞ 9.5 വർഷത്തിനിടയിൽ ശബരിമലയിൽ നടന്നത് എന്ന് പറഞ്ഞായിരുന്നു UDFന്റെയും BJPയുടെയും പ്രചരണം. 1999 വിജയ് മല്യ സ്വർണം പൂശി നൽകിയ ദ്വാരപാലക ശില്പങ്ങളാണ് ദേവസ്വം രേഖകളിൽ ചെമ്പാക്കി വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ബിനാമിക്ക് നൽകിയത് എന്ന ആരോപണം വിശ്വാസികളിൽ വലിയ പ്രശ്നമാണ് ഉണ്ടാക്കിയത്. N വാസുവും പത്മകുമാറും അടക്കമുള്ള പ്രമുഖ നേതാക്കൾ കേസിൽ അറസ്റ്റിലായതും CPMന് തലവേദനയായി. ദേവസ്വം മാനുവലും ഹൈക്കോടതി ഉത്തരവും അനുസരിച്ച് ശബരിമലയിൽ നിന്നും സ്വർണം പൂശാൻ ഇവയൊന്നും പുറത്തു കൊണ്ടുപോകാൻ പാടില്ല. ഇത് ദേവസ്വത്തിനും ദേവസ്വം മന്ത്രിക്കും അറിവുള്ളതാണ്. എന്നിട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നയാൾക്ക് ഇതിന് എങ്ങനെ അനുമതി ലഭിച്ചു എന്ന ചോദ്യത്തിന് മുന്നിൽ ചാനൽ ചർച്ചകളിലും ഇടതുപക്ഷത്തിന് ഉത്തരം മുട്ടി. ഭഗവാന്റെ ശ്രീകോവിലിൽ നിന്നും പോലും മോഷണം നടത്തിയിരിക്കുന്നുവെന്ന പ്രചരണം ഹിന്ദു വോട്ടുകളെ നന്നായി സ്വാധീനിച്ചു. ശബരിമലയിൽ വിഗ്രഹം ബാക്കിവെച്ച സർക്കാരിന് അഭിവാദ്യങ്ങൾ എന്നായിരുന്നു പലയിടത്തും കോൺഗ്രസും BJPയും വെച്ച പോസ്റ്ററുകൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പേർ BJPയിലേക്ക് മാറിയ പാർട്ടി ഏതാണ് എന്ന് ചോദിച്ചാൽ അനിൽ ആന്റണിയെയും പത്മജ വേണുഗോപാലിനെയും മുൻനിർത്തി ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്ന ക്യാപ്സ്യൂൾ ഇറക്കുകയായിരുന്നു സൈബർ സഖാക്കൾ ചെയ്യുക. എന്നാൽ കണക്കുകൾ നോക്കിയാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പേർ സംഘപരിവാറിലെത്തിയത് CPMൽ നിന്നാണ്. അതായിരുന്നു പശ്ചിമ ബംഗാളിലെ ലോക ചരിത്രത്തിലെ തന്നെ സമാനതകൾ ഇല്ലാത്ത കാലുമാറ്റം. തൃണമൂൽ ഭരണത്തിലെ അക്രമം താങ്ങാനാവാതായതോടെയാണ് ബംഗാളിലെ പാർട്ടി ഗ്രാമങ്ങൾ പലതും BJP